എല്ലാവർക്കും പത്തരമാറ്റ് സീരിയലിൻ്റെ പുതിയ വിശേഷത്തിലേക്ക് സ്വാഗതം. കോമ്പറ്റീഷനിൽ മൂർത്തീസ് ജ്വല്ലറി വിജയിക്കുകയാണ് കേട്ടോ. നയനയ്ക്കും അനിക്കും സന്തോഷമാവുകയാണ്. പക്ഷേ അതിനേക്കാൾ സന്തോഷമാണ് നവ്യക്ക്. ശരിക്കും അവൾക്ക് തുള്ളിച്ചാടാനാണ് തോന്നുന്നത്. അങ്ങനെ അവിടെ നിന്നും പുറത്തേക്കിറങ്ങുമ്പോൾ അനി അബിയോട് പറയും, നീ എവിടെ ചെന്നാലും പരാജയം മാത്രമേ ഉള്ളൂലോടാ എന്ന് നീ എൻ ജ്വല്ലറിയിലേക്ക് കാലെടുത്ത് വെച്ചു. അന്നു മുതൽ എൻ ജ്വല്ലറിയുടെ കഷ്ടകാലം ആരംഭിച്ചു. എന്നും മൂർത്തീസ് ജ്വല്ലറി തലയെടുപ്പോടെ ഇവിടെ തന്നെ ഉണ്ടാകുമടാ. ഇതോടെ നിനക്കൊക്കെ ചിന്തിക്കാവുന്നതിനപ്പുറമായിരിക്കും മൂർത്തീസ് ജ്വല്ലറിയുടെ ഷെയർ ഉയരുന്നത്. അത് പറഞ്ഞ് ഡേവിഡിനെയും ഒന്ന് നോക്കിയിട്ട് അനി പുറത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ. എടാ, നീ ഇനിയും നാറിയ കളികൾ കളിക്കുമെന്നറിയാം, പക്ഷേ അത് മൂർത്തീസ് ജ്വല്ലറിയോട് വേണ്ട, അതിപ്പോൾ മനസ്സിലായി കാണുമല്ലോ എന്ന് പറഞ്ഞ് നയനയും ഇറങ്ങുകയാണ് കേട്ടോ. പിന്നീട് അനന്തപുരിയിൽ ഒരു ആഘോഷം തന്നെയാണ് കേട്ടോ. മുത്തശ്ശൻ വീടൊക്കെ അലങ്കരിക്കാൻ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അയാൾ ആദർശിനെ വിളിക്കുകയാണ് കേട്ടോ. മുത്തശ്ശൻ്റെ കോൾ ചെല്ലുമ്പോൾ ആദർശിന് സന്തോഷമാവുകയാണ്. മുത്തശ്ശ, നമ്മൾ വിജയിച്ചു എന്ന് ആദർശ് പറയുകയാണ് കേട്ടോ. അനി വിളിച്ചു പറഞ്ഞടാ, നിന്റെ ഈ വിജയം കാണാനാണ് ഞാൻ ഇത്രയും നാൾ കാത്തിരുന്നത്, അല്ലാതെ എൻ്റെ മോനോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല കേട്ടോ എന്ന് മുത്തച്ഛൻ പറയുകയാണ് കേട്ടോ. എനിക്ക് നിന്നോട് ഒരു ദേഷ്യവുമില്ലായിരുന്നു. ഞാനങ്ങനെ നിന്റെ മുമ്പിൽ അഭിനയിച്ചെന്നേ ഉള്ളൂ. നീ എത്രയും വേഗം നയന മോളെയും കുട്ടി ഇങ്ങോട്ട് വാ, നിങ്ങളെ എല്ലാവരും ഇവിടെ കാത്തിരിക്കുകയാണ് എന്ന് മുത്തശ്ശൻ പറഞ്ഞ് കോൾ കട്ട് ചെയ്യുകയാണ്. പിന്നീട് നയനയെ വിളിച്ചിട്ട് ആദർശ് കാര്യങ്ങൾ പറയുകയാണ് കേട്ടോ. നയനെ, മുത്തശ്ശൻ എന്നെ വിളിച്ചു, നമ്മളോട് ഉടനെ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിരിക്കുകയാണ്. ആണോ? നയനയ്ക്കും സന്തോഷമാവുകയാണ്. അതേസമയം കോമ്പറ്റീഷനിൽ തോറ്റ അബിയും ഡേവിഡും നാഗേന്ദ്രൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ. അവിടെ അവന്തികയുമുണ്ട്. നാഗേന്ദ്രന് അബിയെ കാണുമ്പോൾ തന്നെ ദേഷ്യമാവുകയാണ്. ഇതിൽ നമ്മൾ വിജയിക്കുമെന്നും മാളവികയുടെ ഡിസൈൻ അത്രയ്ക്കും നല്ലതാണെന്നുമൊക്കെ പറഞ്ഞാണല്ലോ നീ പോയത്, എന്നിട്ടിപ്പോൾ തോറ്റു തൊപ്പിയിട്ട് വന്നിരിക്കുകയാണ്. ഇതോടെ എൻ ജ്വല്ലറി തകർന്നു. നിന്നെ എന്ന് മാനേജറാക്കിയോ അന്ന് തുടങ്ങിയതാ ഇതിൻ്റെ പരാജയം. അച്ഛാ, ഞാൻ എന്ത് ചെയ്തിട്ടാ മാളവികയിലെ ഡിസൈൻ ചെയ്തത്? അതിന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് അബി ചോദിക്കുകയാണ് കേട്ടോ. ഞാൻ പ്രമുഖരായ എല്ലാ ഡിസൈനെ കൊണ്ട് വരപ്പിച്ച ഡിസൈനാണ് നിന്റെ കയ്യിൽ തന്നത്. അതുമായി ഒത്തുനോക്കി അതിനേക്കാൾ നല്ല ഡിസൈൻ മാളവികയെ കൊണ്ട് വരപ്പിക്കാനല്ലേ ഞാൻ നിന്നോട് പറഞ്ഞത്. അതെല്ലാം അച്ഛനെ കാണിച്ചിട്ടല്ലേ കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ പോയത്. അച്ഛനും അത് നല്ലതാണെന്നല്ലേ പറഞ്ഞത് എന്ന് പറയുകയാണ് കേട്ടോ അബി. അതെങ്ങനെയാ? ചേട്ടന് മാളവികയുടെ പുറകെ നടക്കാനല്ലേ സമയമുള്ളൂ. ഏത് പെണ്ണിനെ കണ്ടാലും ചേട്ടൻ വിടൂല എന്ന് അവന്തികയും പറയുകയാണ് കേട്ടോ. ഒറ്റക്കാര്യത്തിൽ ആശ്വസിക്കാം, അനിച്ചേട്ടനല്ലേ വിജയിച്ചത്. നാളെ ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞാൽ മൂർത്തീസ് ജ്വല്ലറി എൻ്റെയും കൂടിയല്ലേ. ഇത് കേട്ട് അബിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അവൻ പല്ല് കടിച്ച് അവന്തികയെ നോക്കുകയാണ്. അവൾക്ക് അവളുടെ കാര്യം നടന്നാൽ മതി. അപ്പോൾ നാഗേന്ദ്രൻ പറയും, അതാണ് ഇനിയൊരാശ്വാസം. അനിയുമായുള്ള നിൻ്റെ എൻഗേജ്മെൻറ്റ് എത്രയും പെട്ടെന്ന് നടക്കണം. പിന്നീട് അനന്തപുരിയിൽ ഒരാഘോഷം തന്നെയാണ് നടക്കുന്നത്. അനിയെയും നയനെയും ആദർശിനെയും കാത്തിരിക്കുകയാണ് കേട്ടോ അവിടെയുള്ളവർ. അവരെ സന്തോഷപൂർവ്വം വീട്ടിലേക്ക് ആനയിച്ച് കയറ്റുകയാണ്. പിന്നീട് അവിടെ ഡാൻസും പാട്ടുമായൊക്കെ ഒരു ആഘോഷം തന്നെയാണ് കേട്ടോ. നവ്യ, നീ പൊക്കൂ, ഞാൻ ഡേവിഡ് സാറുമായി സംസാരിച്ചിട്ട് കുറച്ച് കഴിഞ്ഞ് വന്നേക്കാം എന്ന് പറഞ്ഞിട്ടാണ് അബി പോയത്. പക്ഷേ നവ്യ അവരെ പിന്തുടരുന്നുണ്ടായിരുന്നു കേട്ടോ. അവരുടെ പുറകെ പോയ നവ്യ അവിടെ ചെന്ന് അവന്തികയെ കാണുമ്പോൾ ഞെട്ടിപ്പോവുകയാണ് കേട്ടോ. ഇവരുടെ കൂടെ ഇവളോ? അപ്പോൾ ഒരു വലിയ നാടകം തന്നെയാണല്ലേ അവൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. നവ്യ നാഗേന്ദ്രനും അവന്തികയും അവരുടെ കൂടെ നിൽക്കുന്ന വീഡിയോ കൂട്ടുകാരത്തിക്ക് അയച്ചു കൊടുക്കുകയാണ്. ഇത് കണ്ട് നയനയും ആദർശും ഞെട്ടുകയാണ് കേട്ടോ. കൂട്ടുകാരത്തി ഉടൻ തന്നെ അത് ആദർശിൻ്റെ മൊബൈലിലേക്ക് സെൻഡ് ചെയ്യും. പെട്ടെന്ന് തന്നെ ആദർശ് മുത്തശ്ശനെയും വീട്ടിലുള്ള എല്ലാവരെയും ആ വീഡിയോ കാണിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവന്തിക ഇവരുടെ കൂടെ ഉണ്ടായിരുന്നല്ലേ, വെറുതെയല്ല അവൾ അനിയെ കെട്ടണമെന്ന് വാശി പിടിച്ചത് എന്ന് മുത്തശ്ശി പറയുകയാണ് കേട്ടോ. ഞാൻ പറഞ്ഞതല്ലേ അവളുടെ പെരുമാറ്റത്തിൽ എന്തോ പന്തികേടുണ്ടെന്ന്. ഞാൻ പറഞ്ഞപ്പോൾ ആരും കേട്ടില്ല, ഇപ്പോൾ എന്തായി എന്ന് അനി ചോദിക്കുകയാണ്. ഇനിയും ഞാൻ അവളെ കെട്ടണോ മുത്തശ്ശ? ആദ്യം അവന്തിക ഇങ്ങോട്ട് വരട്ടെ, ആരും അറിഞ്ഞതായിട്ട് നടിക്കരുത്. ഒടുവിൽ അവന്തിക അങ്ങോട്ട് ചെല്ലുകയാണ് കേട്ടോ. അല്ല, ഇവിടെയെല്ലാം അലങ്കരിച്ചിട്ടും എല്ലാവരും എന്താ വെറുതെ ഇരിക്കുന്നത്? അനിച്ചേട്ടാ, കൺഗ്രാറ്റുലേഷൻ. ഒടുവിൽ നയനയെടുത്ത് തന്നെ വിജയിച്ചു. അതിന് എല്ലാത്തിനും സപ്പോർട്ട് ആദർശേട്ടനുണ്ടായിരുന്നു. 3 പേർക്കും കൺഗ്രാറ്റുലേഷൻസ് എന്ന് പറയുകയാണ് കേട്ടോ. നീ എവിടെ പോയതാ അവന്തികെ എന്ന് മുത്തശ്ശൻ ചോദിക്കുകയാണ് കേട്ടോ. ഞാനൊരു കൂട്ടുകാരിയെ കാണാൻ പോയതാ മുത്തശ്ശ. അപ്പോൾ ഞാൻ വിവരം മീഡിയയിൽ നിന്നും അറിഞ്ഞു. അങ്ങനെ എൻ ജ്വല്ലറിയെയും നമ്മൾ തറ പറ്റിച്ചല്ലേ മുത്തശ്ശ എന്ന് അവന്തിക പറയുകയാണ് കേട്ടോ. അതിന് നിനക്ക് വിഷമമുണ്ടോ മോളെ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. വിഷമോ? ഇത് സന്തോഷിക്കേണ്ട സമയമല്ലേ മുത്തശ്ശ. അപ്പോൾ നിന്റെ കൂടെ ഈ വീഡിയോയിൽ നിൽക്കുന്നത് ആരൊക്കെയാ എന്ന് ആദർശ് ചോദിക്കുകയാണ് കേട്ടോ. വീഡിയോ കണ്ടതും ഇടിവെട്ടേറ്റ പോലെ നിൽക്കുകയാണ് കേട്ടോ അവന്തിക. ആദർശ് ചോദിച്ചത് കേട്ടില്ലേ നീ എന്ന് മുത്തശ്ശൻ ആക്രോശിക്കുകയായിരുന്നു കേട്ടോ. അത് മുത്തശ്ശ എന്ന് പറഞ്ഞ് അവന്തിക പരുങ്ങുമ്പോൾ മുത്തശ്ശി അവളുടെ കരണക്കുറ്റി നോക്കി ഒറ്റടി കൊടുക്കുകയാണ് കേട്ടോ. അബി, അവനും വരാൻ കാത്തിരിക്കുകയാണ് ഞാൻ. 2 എണ്ണം ഇവിടെ നിന്ന് ഇപ്പോൾ തന്നെ ഇറങ്ങിക്കൊള്ളണം. നീ ഞങ്ങളെല്ലാവരെയും പറ്റിക്കുകയായിരുന്നില്ലേടി. അനിയുമായുള്ള വിവാഹം അത് നീ മറന്നേക്ക്.
ഇത് നടക്കുന്നതിന് മുമ്പ് നിന്നെക്കുറിച്ച് അറിയാൻ കഴിഞ്ഞത് അവൻ്റെ ഭാഗ്യമാണ്. എനിക്ക് സന്തോഷമാവുകയാണ് കേട്ടോ. മുത്തച്ഛ, എൻ്റെ അച്ഛനെ ദ്രോഹിച്ചവരെ ഒരു പാഠം പഠിപ്പിക്കാൻ തന്നെയാണ് ഞാൻ വന്നത്. അത് ഞാൻ നടത്തിയിരിക്കും എന്ന് പറഞ്ഞ് അവന്തിക അവിടെ നിന്നും പോവുകയാണ് കേട്ടോ. അവന്തിക ഉടനെ തന്നെ നാഗേന്ദ്രൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. എന്താ, മോള് പോയില്ലായിരുന്നു? പോയതാ അച്ഛ, പക്ഷെ പെട്ടെന്ന് തന്നെ തിരിച്ചു പോരേണ്ടി വന്നു. അവരെല്ലാം അറിഞ്ഞച്ച. ആര് എന്ന് നാഗേന്ദ്രൻ ചോദിക്കുമ്പോൾ അവന്തിക പറയും, അച്ഛ, അനന്തപുരിയിലെല്ലാം അറിഞ്ഞു. അച്ഛനെ അവർ തിരിച്ചറിഞ്ഞു. അതെങ്ങനെ എന്ന് അത്ഭുതത്തോടെ അയാൾ ചോദിക്കുകയാണ് കേട്ടോ. അതൊന്നും എനിക്കറിയില്ല. ഞാനും അച്ഛനും അഭിയേട്ടനും പിന്നെ ആ ഡേവിഡുമായി നിൽക്കുന്ന വീഡിയോ ആരും എടുത്തിരുന്നു. ആദർശേട്ടൻ്റെ മൊബൈലാണ് കണ്ടത്. അങ്ങനെയെങ്കിൽ അനിക്കും നയനയ്ക്കും ഒപ്പം അവനും വന്നിരിക്കും. എന്നിട്ട് അബിയുടെ പുറകെ വന്നതായിരിക്കും. നമ്മൾ അങ്ങനെയൊക്കെ നടക്കാൻ സാധ്യതയുണ്ടെന്ന് അറിയേണ്ടതായിരുന്നു. അപ്പോൾ ആ ജ്വല്ലറിക്ക് പിന്നിൽ ഞാനാണെന്ന് അറിഞ്ഞല്ലേ? ആദർശാണ് ഇതെടുത്തതെങ്കിൽ ഇവിടെ വെച്ച് അവനിക്ക് എന്നെ കണ്ടപ്പോൾ മനസ്സിലായി കാണില്ല. കാരണം അവനന്ന് കുഞ്ഞാണ്. അപ്പോൾ അവൻ മുത്തശ്ശനോട് ചെന്ന് ചോദിച്ചു കാണും, അച്ഛാ, അഭിയേട്ടൻ എന്ത്? അവൻ കുറച്ചു മുമ്പ് ഇറങ്ങിയായിരുന്നു മോളെ. ഇനി അങ്ങോട്ട് ചെല്ലാതിരിക്കുന്നതാ നല്ലത്. അവിടെ നിന്ന് അടിച്ചു പുറത്താക്കാനിരിക്കുക. നവ്യ അവൾ ഉള്ളിടത്തോളം കാലം അഭിക്ക് പ്രശ്നമുണ്ടാകില്ല മോളെ. അവൻ ആ വീട്ടിൽ നിന്നും പുറത്തു പോകേണ്ടി വരില്ല. നീ അങ്ങോട്ട് പോകണ്ട എന്നയാൾ പറയുകയാണ് കേട്ടോ. ഇനി നമ്മൾ എന്ത് ചെയ്യും അച്ഛൻ? ഇനി അനിയുമായുള്ള കല്യാണവും നടക്കാൻ പോകുന്നില്ലല്ലോ. അല്ലേലും അഭിച്ചേട്ടനെ കൊണ്ട് ഒന്നും പറ്റില്ല അച്ഛ. എന്തെങ്കിലും ഉടനെ ചെയ്യണം അച്ഛ. അവിടെ വലിയ ആഘോഷമാണ്, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് അവന്തിക പറയുകയാണ് കേട്ടോ. പിന്നീട് അഭി അനന്തപുരിയിലേക്ക് ചെല്ലുകയാണ് കേട്ടോ. ജയിച്ചതിൻ്റെ ആഘോഷമാണല്ലോ. അഭിയെ കണ്ടതും ദേവയാനി ചോദിക്കും, അല്ലടാ അഭി, ഏറ്റവും നല്ല ഡിസൈനറാണ് മാളവിക എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ എന്തു പറ്റി? അമ്മായി, ഞാൻ ജ്വല്ലറിയിലെ മാനേജറാണ്. അതുകൊണ്ട് എനിക്ക് ജയിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ജ്വല്ലറി ജയിച്ചതിലും എനിക്ക് സന്തോഷം തന്നെയുള്ളൂ എന്ന് പറയുകയാണ്. നിനക്ക് സന്തോഷമോ? ഈ വീട്ടിലെ ഓരോ ജയവും ഉണ്ടായപ്പോഴും നിനക്ക് സന്തോഷമുണ്ടായിട്ടുണ്ടോ? നിനക്ക് വേദനയല്ലേ ഉണ്ടാകുന്നത് എന്ന് മുത്തച്ഛൻ പറയുകയാണ് കേട്ടോ. ഇല്ല മുത്തച്ഛ, എനിക്ക് സന്തോഷം തന്നെയാണ്. പിന്നെ ഞാൻ ജ്വല്ലറിയിലെ മാനേജറായിട്ട് കയറിയിട്ട് രണ്ടാമതും തോറ്റതിൻ്റെ ഒരു നിരാശയുണ്ട്. അപ്പോൾ ജ്വല്ലറിയുടെ MD ആരാടാ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. മുത്തശ്ശ, അത് ഡേവിഡ് സാറാണ്. അപ്പോൾ നിന്റെ കൂടെ ഈ നിൽക്കുന്നത് ആരാടാ എന്ന് ആദർശ് വീഡിയോ കാണിച്ച് ചോദിക്കുകയാണ് കേട്ടോ. അത് കണ്ട് അഭിയും ഞെട്ടിത്തെറിച്ചു പോവുകയാണ് കേട്ടോ. ഞാൻ പറഞ്ഞു തരാടാ അതാരാണെന്ന്. അത് നിന്റെ അച്ഛനല്ലേ? അല്ലെങ്കിലും ഒരു ജ്വല്ലറി വരുന്നു, ആ ജ്വല്ലറിയിൽ നിന്നെ മാനേജറായിട്ട് എടുക്കുന്നു. അപ്പോഴേ എനിക്ക് സംശയം തോന്നിയതാ, നിന്നെപ്പോലെ ഒരു കള്ളനെ ആരെടുക്കാനാ മാനേജർ സ്ഥാനത്ത്? മാനേജർ പോയിട്ട് ഒരു സ്റ്റാഫായിട്ട് പോലും ഇവനെ എടുക്കില്ല എന്ന് അനി പറയുകയാണ് കേട്ടോ. ഇതെങ്ങനെ ആദർശേട്ടന് കിട്ടി എന്ന് അഭി ചോദിക്കുകയാണ് കേട്ടോ. അത് ഞാൻ പറഞ്ഞു തരാടാ എന്ന് പറഞ്ഞിട്ട് നവ്യ അങ്ങോട്ട് ചെല്ലുകയാണ്. ഞാനാടാ ആ വീഡിയോ എടുത്ത് ആദർശേട്ടന് ഇട്ട് കൊടുത്തത്. നവ്യ, നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? എന്നോട് നീ ഒരുപാട് ചെയ്തു കൂട്ടിയതല്ലേ? ചന്തുമോളുടെ അച്ഛൻ നീയാണെന്ന് ഞാൻ അറിഞ്ഞതാടാ. പക്ഷേ നീ എവിടെ വരെ പോകുമെന്നറിയാൻ വേണ്ടിയിട്ട് ഞാനും ഒന്ന് കളിച്ചതാ. ഒടുവിൽ മുത്തശ്ശൻ അഭിയെ പുറത്താക്കുകയാണ് കേട്ടോ. വേഗം തന്നെ നയന ചെന്ന് നവ്യനെ കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ. പിന്നീട് നവ്യ അവരോടൊക്കെ മാപ്പ് പറയുകയാണ്. പിന്നീട് മൂർത്തീസ് ജ്വല്ലറിയുടെ മോഡലായിട്ട് നവ്യയെയും ഡിസൈനറായിട്ട് നയനയെയും തിരഞ്ഞെടുക്കുകയാണ് കേട്ടോ. നയന തന്നെയാണ് എങ്കിലും ആ സമയത്ത് അവിടെ വെച്ച് തിരഞ്ഞെടുക്കുകയാണ്. ഈ സീരിയൽ ഇത്രയും മോശമായിട്ട് മലയാളത്തിൽ മാത്രമേ ഉള്ളൂ. മറ്റുള്ള ലാംഗ്വേജിലൊക്കെ അടിപൊളിയായിട്ടാണ് ആ സീരിയൽ പോകുന്നത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. താങ്ക്